ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഫ്ത കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ മാറ്റിയതിന് ശേഷം ഒരുപാട് ചെറിയ പീസാക്കണം എന്നില്ല, ഇത്തിരി വലിയ അല്ലികളായിട്ട് എടുത്താൽ മതി. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ചായിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. എല്ലാം കൂടി ചിലപ്പോൾ ഒന്നിച്ച് അരഞ്ഞു പോകും. അതല്ലെങ്കിൽ അതിൻ്റെ ഇതളുകൾ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 2-3 ട്രിപ്പായിട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തരിയായിട്ട് വേണം കോളിഫ്ലവർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതെല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു പച്ചമുളക്. പച്ചമുളകിന് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം മുളക് അരിഞ്ഞിടണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒത്തിരി എരിവ് കൂടി പോകും. പിന്നെ എരിവില്ലാത്ത മുളകാണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിടാം. ഇനി ഇതെല്ലാം മാക്സിമം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. കാരണം അതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് കുഴച്ചൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് സവാള കൂടി. ഈ കോളിഫ്ലവറിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നും ഫ്ലേവർ ഇല്ലയെന്ന് തന്നെ ഇല്ല, ചെറിയൊരു കുത്ത് ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്താലാണ് അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. അതുപോലെ തന്നെ ഓരോ ടീസ്പൂൺ വീതം കോൺഫ്ലവറും അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിങ്ങനെ നല്ലൊരു ബൈൻഡിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ വലിയ പീസൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നമുക്കിങ്ങനെ ബോളാക്കുമ്പോൾ ബോളായിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടി കൂടി, മൈദയായിരിക്കും കുറച്ച് ടേസ്റ്റ്, പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഇതുപോലെ കയ്യിൽ തൂവി എടുത്തിട്ട് ഒരല്പം ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബോളാക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യണമൊന്നുമില്ല കേട്ടോ, ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്യണത്, സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പൊട്ടിപ്പോവാതിരിക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നമുക്കിങ്ങനെ ബോളാക്കി ഒരു പിടുത്തത്തോടു കൂടി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇത്തിരി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലെ ഓരോരോ ബോൾ എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ബോളാക്കി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസ് ചേർത്തതൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ബോൾ ചെയ്യാനായിട്ടേ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. അത് തന്നെയല്ല, ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചെറുതാക്കിയിട്ട് സവാളയും പച്ചമുളകൊക്കെ ചേർക്കുക. കറിവേപ്പിലയൊക്കെ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കറിവേപ്പിലയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടർന്നൊക്കെ പോരും, പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവുള്ള പൊടിയല്ല കേട്ടോ, കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും, എരിവും ഉണ്ടാവില്ല. എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അടുത്ത നെക്സ്റ്റ് ഓരോ പ്രോസസ്സിലും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് സ്റ്റീമർ മുകളിൽ തട്ട് വെച്ചിട്ട് അതിലേക്ക് ഓരോന്നും സൂക്ഷിച്ചെടുത്ത് വെക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റീം ആയി കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം കേട്ടോ ഈ ബോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് മാക്സിമം, അപ്പോഴേക്കും അത് റെഡിയായി കിട്ടും. ഇനി അതങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു ടൊമാറ്റോ മിക്സിയിലിട്ട്, ആ മിക്സിയിലെ ജാർ നമ്മൾ കഴുകൊന്നും വേണ്ട, പൊടിച്ചെടുത്തതിൽ തന്നെ ചേർത്തിട്ട്, പിന്നെ അതിലും ഒരു കളറിന് വേണ്ടി ഒരു ഇത്തിരി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, ടൊമാറ്റോയ്ക്ക് നല്ല കളർ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കണം. ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ സവാള ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക.
അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ, വാടി വരണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാ കറികൾക്കും അങ്ങനെയല്ല, ചിലത് നമ്മൾ പച്ചയ്ക്ക് അധികം വാടാണ്ടും ഒക്കെ ചേർക്കാറുണ്ട്, ചിലത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് ചേർക്കാറുണ്ട്. ഇതിനും അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലേക്ക് ഒരിത്തിരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ 2 വറ്റൽമുളക്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. അത് ആ ചൂടിൽ തന്നെ കിടന്ന് തീയൊന്നും കൂട്ടി വെക്കരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ ടേസ്റ്റ് വരും. ആ ഒരു ഫ്ലെയിമിൽ തന്നെ കിടന്ന് പൊടികളൊക്കെ വാടി വരുമ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ചേർത്താലാണ് ഈ മസാലകളെല്ലാം ഒന്ന് യോജിച്ച് റെഡിയായി കിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഇതെല്ലാം ഈ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റീമറിൻ്റെ അടപ്പ് തുറന്നപ്പോൾ അത് ഇത്തിരി പ്രസ്സായി പോയിട്ട് ഒരെണ്ണം ഒന്നങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുകയൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണതേ പശുവിൻ പാലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള പശുവിൻ പാലായിരിക്കണം, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി. ഇപ്പോൾ ടീസ്പൂണിലേക്കാളും ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തത്. അതല്ല കറക്റ്റ് ടീസ്പൂൺ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം മതിയാകും ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു റെസിപ്പി ചെയ്യണ സമയത്ത് ആ റെസിപ്പി എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീട്ടിൽ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കണമെങ്കിൽ അതിൻ്റെ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പശുവും പാലിൽ ഒരിത്തിരി അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റി തന്നെ കിട്ടും. ഇതൊന്ന് തിളച്ച് കുറുകി വരണ ആ സമയത്ത്, അതുകൊണ്ടാണ് പാലിലൊട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങൾ, എല്ലാവരുടെയും കയ്യിൽ നമുക്ക് കിട്ടുന്ന എളുപ്പത്തിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടായാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഓരോ ഐറ്റംസാണ് ഇതൊക്കെ. ഇനി അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പാല് അങ്ങനെ നന്നായിട്ട് പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പാല് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ ആ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ പാകമൊക്കെ കറക്റ്റായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഓരോ ബോളും ഇതിലേക്ക് എടുത്ത് വെക്കുക, സൂക്ഷിച്ചെടുത്ത് വെക്കുക. പൊട്ടിപ്പോകാത്ത ഒന്നിനോടൊന്ന് മുട്ടി ഇത് വരാതെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നില്ല എല്ലാവർക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. കോളിഫ്ലവർ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ കോളിഫ്ലവർ മഞ്ചൂറിയൻ അല്ലെങ്കിൽ ചില്ലി ഗോബി അങ്ങനെയൊക്കെ ഓരോ റെസിപ്പീസല്ലേ 65 ആയിട്ട് ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അധികം ഗ്രേവിയോടുകൂടി അല്ലാതെ ഒരു തിക്ക് ഗ്രേവിയോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് പാലിൽ ചേർക്കുന്ന സമയത്ത് ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കറി കുറുകി പോകും. അതുകൊണ്ടാണ് പറയണത് ഒരു 1/2 ടീസ്പൂണൊക്കെ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് മുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ഈ ഗ്രേവി ഒന്ന് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്താൽ മതി. അതുപോലെ സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാതെ ഫ്രൈയിങ് പാൻ ചെറുതായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ചുറ്റിച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മസാലയൊക്കെ കോഫ്തയിലൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുക. കറി റെഡിയായതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മല്ലിയില ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ മല്ലിയില വിതറി കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. ഗീ റൈസ് അല്ലെങ്കിൽ പുലാവ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ നാൻ എല്ലാത്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് പോകുന്ന റെസിപ്പിയാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പച്ചമുളകിന് നല്ല എരിവാണ്, അപ്പോൾ അതുകൊണ്ട് കുരുവൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെറുതെ വെച്ച് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ആവി കയറി കഴിയുമ്പോൾ മുളകിൻ്റെ ടേസ്റ്റും കിട്ടും. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.